അസസ്മെൻറ്റ് ഫോർ ലേണിംഗിൽ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ 2 essay ക്വസ്റ്റ്യൻസ് ഒന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ ആയതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല. അപ്പോൾ ആദ്യത്തേത് കമ്പയർ ദ പർപ്പസ് ഓഫ് അസസ്മെൻറ്റ് ഇംപ്ലൈഡ് ബൈ ബിഹേവിയറിസ്റ്റ് ആൻഡ് കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ച്. അതായത് ബിഹേവിയറിസ്റ്റ് അപ്രോച്ചും കൺസ്ട്രക്റ്റീവ് അപ്രോച്ചസും ഇംപ്ലൈ ചെയ്തിട്ടുള്ള അസസ്മെൻറ്റിൻ്റെ പർപ്പസുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അസസ്മെൻറ്റ് ആദ്യം എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഒരു വൈറ്റൽ കോമ്പണൻ്റ് ആണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ. അതുപോലെ തന്നെ അതിൻ്റെ പർപ്പസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ബേസ് ചെയ്യും. അപ്പോൾ 2 വൈഡ്ലി റെക്കഗ്നൈസ്ഡ് അപ്രോച്ചസ് ആണ് നമ്മൾ എഡ്യൂക്കേഷന് കൊടുക്കാറുള്ളത്. ഒന്ന് ബിഹേവിയറിസ്റ്റും 2 കൺസ്ട്രക്റ്റീവിസ്റ്റും. അപ്പോൾ ഈ 2നും ഡിഫറെൻറ്റ് വ്യൂസ് ആണുള്ളത് അബൌട്ട് ലേണിംഗ്. അതുകൊണ്ട് തന്നെ ഈ വ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള അസസ്മെൻറ്റിൻ്റെ പർപ്പസും നേച്ചറും വല്ലാതെ ഡിഫറൻസ് വരുന്ന ഒന്നാണ്. സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇത് തമ്മിൽ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ടു ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ എസ് ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെ ഹെഡിങ്സ് ഒക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും എന്താണ് നിങ്ങൾക്ക് സബ് ഹെഡിങ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തിയറിസ്റ്റുകളാണെന്നുള്ളത് പറയാം. BF സ്കിന്നർ, തോണ്ടേക്ക്, പാവ്ലോവ് ഇവരെന്താണ് എംഫസൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒബ്സർവബിൾ ബിഹേവിയറൽ ചേഞ്ചസ് ആസ് എവിഡൻസ് ഓഫ് ലേണിംഗ്. അതായത് ലേണിംഗ് ത്രൂ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് ആളുകളിൽ ഒബ്സർവ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത് ടുവേർഡ്സ് ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലി ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നു. ഇനി അടുത്തത് പർപ്പസ് ഓഫ് അസസ്മെൻറ്റ് ഇൻ ബിഹേവിയറിസം. ഈ എസ്സേ ആൻസർ ചെയ്തൊരു വിധം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇതിലെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ ആൻസർ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ അസസ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അതിനുശേഷം ബിഹേവിയറിസ്റ്റ് ആൻഡ് കൺസ്ട്രക്റ്റീവിസം. അത് അസസ്മെൻറ്റിന് ശേഷമുള്ളതാണ് ബിഹേവിയറിസം കൺസ്ട്രക്റ്റീവിസം. ഇനി അതിന് ബിഹേവിയറിസത്തിലെ പർപ്പസ് എന്താണെന്ന് പറയുന്നു, അതിനുശേഷം കൺസ്ട്രക്റ്റീവിസം പറയുന്നു, അതിൻ്റെ പർപ്പസ് പറയുന്നു, അതിനുശേഷമാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഏതൊരു എസ്സേക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു അപ്രോച്ചാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഏതാണ് ഇതിലെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, ഏതാണ് അതിന് താഴെ വരുന്നത്. അപ്പോൾ ഒരു സീക്വൻഷ്യൽ ആൻഡ് ലോജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ ഈ എസ്സേയിൽ നിങ്ങൾക്ക് കാണാം. ഇനി അടുത്തത് പർപ്പസ് ഓഫ് അസസ്മെൻറ്റ് ഇൻ ബിഹേവിയറിസം. ഇനി അത് ഓരോന്നും പോയിന്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഒബ്സർവബിൾ ആയിട്ടുള്ള ഔട്ട്കംസിനെ മെഷർ ചെയ്യുക. അതായത് പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഇൻസ്ട്രക്ഷനിൽ നിന്ന് എന്നുള്ളത് നോക്കുകയാണ്. ഇവിടെ അസസ്മെൻറ്റ്സ് ഡിസൈൻ ചെയ്തത് എന്തിനാണ്, ടു വെരിഫൈ വെദർ സ്റ്റുഡൻസ് ക്യാൻ പെർഫോം ദ ഡിസൈഡ് ബിഹേവിയർ ഓർ സ്കിൽ. ആ ഡിസൈഡ് ബിഹേവിയറോ സ്കില്ലോ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ ലേണിംഗ് റീഇൻഫോഴ്സ് ചെയ്യുക. ഇപ്പോൾ ബിഹേവിയറിസ്റ്റുകൾ അസസ്മെൻറ്റിനെ കാണുന്നത് ആസ് എ ടൂൾ ഫോർ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ കറക്റ്റ് റെസ്പോൺസസിന് ഇവിടെ റിവാർഡ് ചെയ്യുന്നുണ്ട്, അതെന്ത് ചെയ്യും, റിപ്പീറ്റേഷനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. ഇൻകറക്റ്റ് വൺസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ത്രൂ കറക്റ്റീവ് ഫീഡ്ബാക്ക് ഓർ റീടീച്ചിങ്. അടുത്തത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. ഇപ്പോൾ ഇവിടെ എയിം എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് കൊടുക്കുക, അത് സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷനെ സ്ട്രെങ്തൻ ചെയ്യും. ഇനി എന്ത് ഇവാലുവേറ്റ് ചെയ്യുക, മാസ്റ്ററി ഓഫ് സബ് സ്കിൽസ്. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് സ്മോൾ മെഷറബിൾ യൂണിറ്റ്സ് ആയിട്ട് നമ്മളിവിടെ ബ്രോക്കൺ ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അസസ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് എല്ലാ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് ഇത് ചാപ്റ്റേഴ്സ് മാത്രമല്ല സബ് സ്കിൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ലേൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി ഗൈഡ് ചെയ്യാൻ വേണ്ടി ഡ്രില്ലും പ്രാക്ടീസ് മെത്തേഡ് യൂസ് ചെയ്യും. അപ്പോൾ അസസ്മെൻറ്റ് റിപ്പീറ്റേറ്റീവ് പ്രാക്ടീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ടു എൻകറേജ് ദ കറക്റ്റ് റെസ്പോൺസസ് ഓർ ഹാബിറ്റ്സ്. പിന്നെ സ്റ്റാൻഡർഡൈസ് ലേണിംഗ് ഔട്ട്കംസിനെ എന്ത് ചെയ്യുക, സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അപ്പോൾ ബിഹേവിയറിസ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത് യൂണിഫോം ആയതുകൊണ്ട് തന്നെ അസസ്മെൻറ്റ് കൺസിസ്റ്റൻസിയും ഒബ്ജക്റ്റിവിറ്റിയുമാണ് ലേണേഴ്സിൽ നോക്കുന്നത്. ഇനി ബിഹേവിയറിസത്തിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് യൂസ് ചെയ്യാം, MCQ ട്രൂ ഫോൾസ് മാച്ചിങ് യൂസ് ചെയ്യാം, പേപ്പർ പെൻസിൽ ടെസ്റ്റുകൾ അത് റിട്ടേൺ ആയിട്ട് ചെയ്യുന്നത്, പിന്നെ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഏതെങ്കിലും ഒരു ഫിക്സഡ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടുള്ളത്, പിന്നെ സമ്മേറ്റീവ് ടെസ്റ്റിങ് അത് ഇൻസ്ട്രക്ഷന് ശേഷം നടത്തുന്നത് ഫോർ സ്കിൽ മാസ്റ്ററി. ഇതൊക്കെ ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടു. ബിഹേവിയറിസത്തിൽ എന്താണ് പർപ്പസ് ഓഫ് അസസ്മെൻറ്റ്, ഒബ്സർവബിൾ ഔട്ട്കംസ്, ലേണിംഗ് റീഇൻഫോഴ്സ് ചെയ്യുക, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കൊടുക്കുക, ഇവാലുവേറ്റ് ദ മാസ്റ്ററി ഓഫ് സബ് സ്കിൽസ്, ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്, ലേണിംഗ് ഔട്ട്കംസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഇത്രയുമാണ് പർപ്പസ്. പിന്നെ ടൈപ്സ് എന്താണെന്നുള്ളത് നോക്കി. ഇനി കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ച് ടു ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ആരുടെയൊക്കെയാണ്, ജോൺ പിയാഷെ, ലെവ് വൈഗോട്സ്കി, ജെറോം ബ്രൂണർ ഇവരൊക്കെയാണ്. അപ്പോൾ ഇവരെ ലേണിങ്ങിനെ ഒരു പ്രോസസ് ഓഫ് ആക്റ്റീവ്ലി കൺസ്ട്രക്റ്റിംഗ് നോളേജ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, പ്രയർ നോളേജ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി എന്താണ് ദ പർപ്പസ് ഓഫ് അസസ്മെൻറ്റ് ഇൻ കൺസ്ട്രക്റ്റീവിസം, ടു സപ്പോർട്ട് ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെ മെഷർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ്സിലേക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് അതിനോട് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒന്നാണ്.
ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഗൈഡ് ചെയ്യുക, ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുക, മിയർലി ആ അച്ചീവ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും പ്രൊമോട്ട് ചെയ്യുക. അതായത് അനലൈസ് ചെയ്യാനും സിന്തസൈസ് ചെയ്യാനും നോളജ് അപ്ലൈ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മോർ അബൌട്ട് ദ പ്രോസസ് ദാൻ ദി പ്രൊഡക്റ്റ്. ആ ഫൈനൽ ഔട്ട്കം അല്ല നമ്മൾ നോക്കുന്നത്, എങ്ങനെയാണ് ആ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് നോക്കുന്നത്. സ്റ്റുഡൻറ്റിൻ്റെ തിങ്കിങ്ങിനെ മനസ്സിലാക്കുക. അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഹൗ സ്റ്റുഡൻസ് തിങ്ക്, ഹൗ ദ റീസൺ, ഹൗ ടു മേക്ക് മീനിങ്, ഇതിനൊക്കെയുള്ള നമുക്കൊരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച തരും. പിന്നെ ടീച്ചേഴ്സ് കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. റിഫ്ലക്ഷനും മെറ്റാകോഗ്നിഷനും കൺസ്ട്രക്റ്റിവിസത്തിൽ എൻകറേജ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ അസസ്മെൻറ്റിനെ യൂസ് ചെയ്യുന്നത് ലേണേഴ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുക, അവരുടെ ഓൺ ലേണിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചും ഔട്ട്കമ്മിനെ കുറിച്ചും. സെൽഫ് റെഗുലേഷനും അവയർനെസ്സിനെയൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ടു ഫെസിലിറ്റേറ്റ് ഡയലോഗ് ആൻഡ് ഫീഡ്ബാക്ക്. അതായത് ഒരു 2-way ഇൻട്രാക്ഷൻ ഇവിടെ നടക്കുന്നത്. മറ്റവിടെ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഇവിടെ ഒരു 2-way ഇൻട്രാക്ഷൻ ആണ്. ഇവിടെ ഫീഡ്ബാക്ക് കുട്ടിയും ടീച്ചറും തമ്മിൽ ഷെയർ ചെയ്യുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ടു അക്നോളജ് മൾട്ടിപ്പിൾ പാർട്സ് ഓഫ് ലേണിംഗ്. അപ്പോൾ സ്റ്റാൻഡേർഡ് റെസ്പോൺസസിന് പകരം ഇവിടെ പല സ്റ്റുഡൻസിൻ്റെയും ഇൻ്റർപ്രിറ്റേഷൻസിനെയും റെസ്പോൺസുകളെയും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്നോളജ് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ്: പോർട്ട്ഫോളിയോസ്, പിയർ ആൻഡ് സെൽഫ് അസസ്മെൻറ്റ്, ഓപ്പൺ എൻഡഡ് ടാസ്ക്, പെർഫോമൻസ് ബേസ്ഡ് ടാസ്ക്, പ്രൊജക്ട്സ്, റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ, റിഫ്ലക്റ്റീവ് ജേർണൽസ് ഒക്കെയാണ് ഈ ഒരു മെത്തേഡിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യാം. ഇവിടെ കമ്പാരിസൺ ടേബിളിൽ പറയുന്നുണ്ട്, ഇവിടെ ബിഹേവിയറിസം ആണെങ്കിൽ പാസീവ് റെസ്പോൺസ് ടു സിമിലി ആണ്. കൺസ്ട്രക്റ്റിവിസത്തിൽ എന്താണ്, ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ആണ്. ബിഹേവിയറിസത്തിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ബിഹേവിയറും അതുപോലെ തന്നെ ലേണിങ്ങിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു. കൺസ്ട്രക്റ്റിവിസത്തിൽ പ്രൊമോട്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗൈഡ് ലേണിംഗ്. ബിഹേവിയറിസം ഒബ്സർവബിൾ ബിഹേവിയറേയും കറക്റ്റ് ആൻസേഴ്സിനാണ് നോക്കുന്നത്. കൺസ്ട്രക്റ്റിവിസത്തിൽ നമ്മൾ തോട്ട് പ്രോസസ്, റീസണിങ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ബിഹേവിയറിസത്തിലെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണ്, കറക്റ്റീവാണ്, കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺസ്ട്രക്റ്റിവിസത്തിൽ റിഫ്ലക്റ്റീവ് ആണ്, ഡയലോജിക് ആണ്, ഗൈഡിങ് ആണ്. ഓക്കെ, ഇനി ബിഹേവിയറിസത്തിലെ അസസ്മെൻ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളാണ്. കൺസ്ട്രക്റ്റിവിസത്തിൽ ഒതൻറ്റിക് ആണ്, പെർഫോമൻസ് ബേസ്ഡ് അസസ്മെൻ്റ് ആണ്. ബിഹേവിയറിസത്തിലെ ലേണറിൻ്റെ റോൾ റെസ്പോണ്ടൻ്റ് ആണ്, സ്റ്റിമുലിയോട് റെസ്പോണ്ട് ചെയ്യുക. കൺസ്ട്രക്റ്റിവിസത്തിലെ ലേണർ എങ്ങനെയാണ്, ആക്റ്റീവ് ആണ്, സെൽഫ് ഡയറക്റ്റഡ് ആണ്. ടീച്ചറുടെ റോള് ഇൻസ്ട്രക്ടർ ആണ്, ഇവാലുവേറ്റർ ആണ്. ഇവിടെ ടീച്ചർ ഫെസിലിറ്റേറ്ററും കോ ലേണറും കൂടിയാണ്. ബിഹേവിയറിസം ഫിക്സഡ് മെഷറബിൾ ഔട്ട്കംസ് ആണെങ്കിൽ കൺസ്ട്രക്റ്റിവിസത്തിൽ എന്താണ്, ഡൈനാമിക് ആണ്, മൾട്ടിപ്പിൾ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ബിഹേവിയറിസം കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചും ഫണ്ടമെൻ്റലി അല്ലെങ്കിൽ ബേസിക്കലി അവർ ഡിഫറൻസ് ഉണ്ട് ഇൻ ഹൗ ദേ വ്യൂ ലേണിങ്ങിനെ അവരെങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് അവർ അസസ്മെൻറ്റിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ബിക്കോസ് ബിഹേവിയറിസ്റ്റ് അസസ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് മെഷറിങ്ങിലാണ്, അതുപോലെ തന്നെ ഒബ്സർവബിൾ ബിഹേവിയറിനെ സ്പെസിഫിക് ഒബ്സർവബിൾ ബിഹേവിയറിനെ ഒബ്ജക്റ്റീവ് ടൂൾസിലൂടെ റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ കൺസ്ട്രക്റ്റിവിസ്റ്റ് അസസ്മെൻറ്റ് ലേണർ സെൻറ്റേർഡ് ആണ്, പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് അല്ല, അത് പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. ഇതേയും ചെയ്യുന്നത് എങ്ങനെയാണ്, ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ബിഹേവിയറിസ്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആണ്, സ്റ്റാൻഡർഡൈസ്ഡ് ആണെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അസസ്മെൻറ്റ് എങ്ങനെയാണ്, ഒതൻറ്റിക് ആണ്, മീനിങ് ഫുൾ ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അലൈൻഡ് വിത്ത് റിയൽ ലൈഫ് ലേണിംഗ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് അപ്രോച്ച്, ഇതിൽ നിന്നുള്ള ഈ രണ്ട് അപ്രോച്ചിൽ നിന്നുമുള്ള നല്ല കാര്യങ്ങൾ സ്ട്രെങ്ത് യൂസ് ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ലേണിംഗ് നീഡ്സും ഒബ്ജക്റ്റീവ്സും നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് അസസ്മെൻറ്റ്. നേരത്തെ തന്നെ നോക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഗ്യാതറിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് യൂസിങ് ഇൻഫർമേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു ഇംപ്രൂവ് സ്റ്റുഡൻറ്റ് ലേണിംഗ്. ടീച്ചിങ് ലേണിംഗ് സൈക്കിൾ വളരെ സെൻട്രൽ റോളാണ് അസസ്മെൻറ്റിനുള്ളത്. കാരണം ഇവിടെ മെഷറിംഗ് മാത്രമല്ല നടക്കുന്നത്, സ്റ്റുഡൻസ് എത്രത്തോളം ലേൺ ചെയ്തിട്ടുണ്ട്, ഇനി ആ പ്രോസസ് ഓഫ് ലേണിങ്ങിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്നും കൂടിയാണ് ഇവിടെ നോക്കുന്നത്. ഇനി നേച്ചർ ഓഫ് അസസ്മെൻറ്റ് മുൻപ് ഡിസ്കസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അസസ്മെൻറ്റ് കണ്ടിന്യൂസ് ആണ്, ഓൺഗോയിങ് ആണ്, വൺ ടൈം ഇവൻ്റ് അല്ല, ഓൺഗോയിങ് പ്രോസസ്സാണ്. ഇത് എപ്പോഴൊക്കെ നടക്കുന്നുണ്ട്, ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഇൻസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ടു മേക്ക് ഷുവർ ദാറ്റ് ലേണിംഗ് പ്രോഗ്രസ്സിങ് ആണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് പ്രോഗ്രസ് ചെയ്യുകയാണെന്നുള്ളത് നോക്കുന്നുണ്ട്. അസസ്മെൻറ്റ് സിസ്റ്റമാറ്റിക് ആൻഡ് പ്ലാൻഡ് ആണ്, പർപ്പസ്ഫുൾ ആയിരിക്കണം, അലൈൻഡ് വിത്ത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഡെലിബറേറ്റ് പ്ലാനിംഗ് ഓഫ് ടൂൾസ്, മെത്തേഡ്സ് ആൻഡ് ടൈമിംഗ് ടു എൻഷുർ അക്യുറേറ്റ് ഇവാലുവേഷൻ ആണ്. ഇത് മൾട്ടി ഡയമെൻഷനൽ ആണ്. അതായത് മോഡേൺ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൊഗ്നിറ്റീവ് സ്കിൽസ് മാത്രമല്ല, ഇതിൽ അഫക്റ്റീവ്, അതായത് ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ഇമോഷൻസ്, ഫീലിങ്സ്, അതുപോലെ തന്നെ സൈക്കോമോട്ടർ സ്കിൽസ് ആൻഡ് ആക്ഷൻസ് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഒരു ഡയമെൻഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല.
അസസ്മെൻറ്റ് ഫീഡ്ബാക്ക് ഓറിയൻറ്റഡ് ആണ്. അസസ്മെൻറ്റ് ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് ലേണേഴ്സിന് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. ടീച്ചേഴ്സിന് ഇൻസ്ട്രക്ഷനുള്ള ഗ്യാപ്പൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസിന് അവരുടെ സ്ട്രെങ്ത് ക്ലാരിഫൈ ചെയ്യാനും ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ചൊരു അവയർനെസ്സും കിട്ടും. ഇനി ഡയഗ്നോസ്റ്റിക് ഇൻ നേച്ചറാണ്. അസസ്മെൻറ്റ് തുടക്കത്തിൽ തന്നെ ഒരു കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, മിസ്കോൺസെപ്ഷൻ, സ്പെഷ്യൽ നീഡ്സ് ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ടൈംലി ആയിട്ടുള്ള സമയത്തിന്, അതായത് നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് വേണം അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൽ ഇടപെടാനുണ്ട്. അപ്പോൾ ടൈംലി ആയിട്ടുള്ള ഇൻ്റർവെൻഷനും സപ്പോർട്ടും ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രൈറ്റീരിയൻ ആവാം, അല്ലെങ്കിൽ നോം റെഫറൻസ്ഡ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് അസസ്മെൻറ്റ് ഒരു പ്രീ ഡിഫൈൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ആവാം, അല്ലെങ്കിൽ കമ്പാരിസൺ വിത്ത് പിയർ ഗ്രൂപ്പ് നോം റെഫറൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ക്ലാസ് റൂമിൽ നമ്മൾ കൂടുതലായിട്ടും ക്രൈറ്റീരിയൻ ബേസ്ഡ് യൂസ് ചെയ്യുന്നതാണ്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അസസ്മെൻറ്റ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് അപ്രോച്ചാണ്. സ്റ്റുഡൻറ്റിൻ്റെ സെൽഫ് അസസ്മെൻറ്റ്, പിയർ അസസ്മെൻറ്റ്, റിഫ്ലക്ഷൻ, മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ഒക്കെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് വേരിയസ് ഫോംസ് നമ്മൾ അസസ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റുകൾ, അസൈൻമെൻറ്റ്സ്, പ്രസൻറ്റേഷൻസ്, പ്രൊജക്ട്സ്, പോർട്ട്ഫോളിയോസ്, ഒബ്സർവേഷൻസ്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് അസസ്മെൻറ്റ്? ലേണിംഗ് ഔട്ട്കമ്മിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ലേണിംഗ് ഗ്യാപ്പ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഏരിയാസിന് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഫോർമേറ്റീവ് അസസ്മെൻറ്റിലൂടെ എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുന്നുണ്ട്. ഇനി ടീച്ചിങ് പ്രാക്ടീസിനെ ഇൻഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഇത്തരത്തിലുള്ള ലേണിംഗ് ഗ്യാപ്സും ലേണിംഗ് ഡിഫിക്കൽട്ടീസും മനസ്സിലാക്കിയിട്ട് ടീച്ചിങ് സ്ട്രാറ്റജി മോഡിഫൈ ചെയ്യാനും, അതുപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ഇൻസ്ട്രക്ഷൻ, ഓരോ കുട്ടികളുടെയും ആവശ്യങ്ങളനുസരിച്ചിട്ട് ഇൻസ്ട്രക്ഷനെ ഡിസൈൻ ചെയ്യാനും റെമഡിയൽ ഇൻ്റർവെൻഷൻ പ്ലാൻ ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. കരിക്കുലം ഡെവലപ്മെൻറ്റിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ അസസ്മെൻറ്റിലുള്ള പല ട്രെൻഡ്സും കരിക്കുലം ഡിസൈൻ, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റേഴ്സിനെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ലേണിംഗ് ഗോൾസാണ് ഇവിടെ മീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. സ്റ്റുഡൻറ്റ് പ്രോഗ്രസ്സിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അക്കാദമിക് ഗ്രോത്ത് ഓവർ എ പർട്ടിക്കുലർ ടൈം മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് അസസ്മെൻറ്റ് യൂസ് ചെയ്യാം. ഇൻഡിവിജ്വലായിട്ടോ ഗ്രൂപ്പ് പെർഫോമൻസ് ആയിട്ടോ ഒക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാം. സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ലേണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അപ്പോൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അക്കൗണ്ടബിൾ ആണ് എന്നുള്ളത് കാണിക്കുന്നതാണ്. സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണ്. അപ്പോൾ ഈ റിസൾട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് സ്കൂളിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പ്ലാനിങ്, റിസോഴ്സ് അലോക്കേഷൻ, പോളിസി മേക്കിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രൊമോഷൻ, പ്ലേസ്മെൻറ്റ്, സർട്ടിഫിക്കേഷൻ, സ്കോളർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അസസ്മെൻറ്റ് ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാം. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. റെഗുലർ ആൻഡ് റിലയബിൾ ആയിട്ടുള്ള നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അസസ്മെൻറ്റ്സ് ആണെങ്കിൽ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ തന്നെ ലേണിംഗ് ക്വാളിറ്റി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും സാധിക്കും. അതിൻ്റെ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റിൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഉണ്ട്. അത് ഓൺഗോയിങ് ആണ്, ഇൻഫോർമൽ ആണ്, ഇൻസ്ട്രക്ഷനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്വിസസ്, ക്ലാസ് ഡിസ്കഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈനൽ ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് ആണ്. ഇതിൽ എക്സാംസ്, പ്രോജക്ട്സ് ഒക്കെയാണ് വരുന്നത്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷന് മുമ്പ് തന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ്. ടു ഡിറ്റർമൈൻ പ്രയർ നോളജ്, മുമ്പ് എന്തൊക്കെ അറിയാമെന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത്. പെർഫോമൻസ് ബേസ്ഡ് എന്താണ്? റിയൽ വേൾഡ് ടാസ്കുകളും അപ്ലിക്കേഷൻ ഓഫ് സ്കിൽസും. സെൽഫ് ആൻഡ് പിയർ അസസ്മെൻറ്റിൽ ഇതിൽ സ്റ്റുഡൻസ് തന്നെയാണ് അവരുടെ ഓൺ വർക്കും മറ്റു കുട്ടികളുടെ വർക്കിനെയും അസസ് ചെയ്യുന്നത്. അപ്പം അസസ്മെൻ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. ഗ്രേഡ് അസൈൻമെൻറ്റ് മാത്രമല്ല അസസ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ലേണിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുക. ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, ഇവോൾവിംഗ് ആണ്, മൾട്ടി ഫേസറ്റഡ് ആണ്, മൾട്ടി ഡയമെൻഷണൽ ആണ്. അതുപോലെ തന്നെ മോഡേൺ പെഡാഗോജിക്കൽ പ്രാക്ടീസസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അസസ്മെൻറ്റിന് എന്താവാൻ പറ്റും? ഒരു പവർഫുൾ ടൂൾ ടു സപ്പോർട്ട് ലേണേഴ്സ് ആവാം. അതിന് ടീച്ചിങ്ങിനെ ഇൻഫോം ചെയ്യാം, ടീച്ചിങ് മെത്തേഡ്സിനെ, ടീച്ചിങ് പ്രാക്ടീസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, എഡ്യൂക്കേഷണൽ ഔട്ട്കംസിനെ എൻഹാൻസ് ചെയ്യാം അറ്റ് ഓൾ ലെവൽസ്. ഇനി 24th question is explained, the same question, the repetition ആണ്. The 25th question is related to mathematics that I haven't discussed. ഇവിടെ ചോദിച്ചിരിക്കുന്നത് what are the different measures of central tendency, write any two advantages and disadvantages for each. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്, യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സെൻറ്റർ അല്ലെങ്കിൽ ടിപ്പിക്കൽ വാല്യൂ ഇൻ എ ഡാറ്റ സെറ്റ്. ഇതിന് 3 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ്? മീൻ, മീഡിയൻ, മോഡ്. മീൻ എന്ന് പറഞ്ഞാൽ അർത്തമെറ്റിക് ആവറേജ്, അതായത് സം ഓഫ് ഓൾ ദ വാല്യൂസ്, അതിനെ ഡിവൈഡ് ചെയ്യുക ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇനി ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ഇൻ ആൻ ഓർഡേർഡ് ഡാറ്റ സെറ്റ് ആണ്. ഇനി മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്യൂറിംഗ് വാല്യൂ ഇൻ ദ ഡാറ്റ സെറ്റ് ആണ്. അപ്പോൾ ഓരോന്നിനും ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളോട് കൊടുത്തു. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ എം നോട്ട് ഷുവർ വെദർ ഇറ്റ്സ് കറക്റ്റ് ഓർ നോട്ട്. So you can go through the same, and I will provide the link to access this thing in the description box. Thank you.